ഹേ ഗൈസ്, എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് നേരം വൈകിട്ടാട്ടെ എണീറ്റ്. ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരുന്നു. ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബെഡിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അതിൽ 11 മണിക്ക് എണീച്ച സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. ഞാൻ ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകും. ഞാൻ ഫ്രഷ് ആയി വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ച് അമ്മ രാവിലെ കഴിക്കാൻ കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വിചാരിച്ചു. പക്ഷെ അത് കടി ഉണ്ടാക്കിയില്ല. അന്ന് ചോറുണ്ട്, പിന്നെതാ എന്താ കറി. എന്തായാലും ഞാൻ കുറച്ച് നേരം വൈകിട്ടല്ലേ എണീറ്റ്, അപ്പൊ കുറച്ചധികം വിശപ്പുണ്ടാവും. ഞാൻ എന്തായാലും ചോറ് കഴിക്കട്ടെ. കോഴിക്ക് എന്തിനാ വെറുതെ കറിയാണ്? ഈ കോഴിയൊക്കെ വെറുതെ കറിയ എന്തിനാ? അതുണ്ടോ അതിന്റെ വേക്കിലൊന്നുണ്ട്, ഒരാളവിടെ മുട്ടാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ ചോറ് അടിച്ച് എന്റെ റൂമിൽ വന്നിട്ടുണ്ട് കേട്ടോ. അന്നത്തെ സ്പെഷ്യൽ വെച്ചാ കറി മറ്റേ വെള്ളരിക്കേന്റെ കറിയാണ്, പിന്നെ മീൻ പൊരിച്ചതുണ്ട്. അല്ലെങ്കിൽ സാധാരണ അമ്മ രാവിലെ കടിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇന്ന് കുറച്ച് നേരം വൈകി പോയിണ്ടാവും എണീക്കാൻ. കറിയും ചോറും മിക്സ് ആക്കിയിട്ട് അതിന്റെ മേലെ മീനൊന്ന് പൊട്ടിച്ച് അതിന്റെ മേലെ വെച്ചിട്ട് അതൊന്ന് വായിലിട്ട് കഴിക്കണേന്റെ വായില് കപ്പലോടുന്നു. ഞാൻ ചോറ് കഴിച്ചിട്ട് വരാം. അതിന് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് കൈസ് ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്റെ വയറിനൊരു സുഖം കിട്ടിയത്. രാവിലെ 11 മണിക്കല്ലേ എണീറ്റ്. അപ്പോൾ നല്ല വയറിൽ എന്തൊക്കെയോ സൗണ്ട് ഒക്കെ കേൾക്കണ്ടായിരുന്നു. നല്ല വിശന്നിട്ട് എന്തൊക്കെയോ സൗണ്ട് ഗിറുന്നൊക്കെ സൗണ്ട് കേൾക്കണ്ടായിരുന്നു. എന്തായാലും ചോറ് കഴിച്ച് കഴിഞ്ഞപ്പം ഒരു ഉഷാറായി ഞാൻ. എന്റെ ബാഗിൽ ഒരാളെ കാണുന്നുണ്ടോ? ഇതാണ് ആള്. ഫുള്ള് ഉറക്കം തന്നെ ഉള്ളൂ. രാവിലെ ആയ ഉറക്കം, ഉച്ചയായ ഉറക്കം, വൈകുന്നേരം ആയാലും ഉറക്കം, രാത്രി ആയാലും ഉറക്കം, മുഴുവനും ഉറക്കം മാത്രമേ ഉള്ളൂ ഇവന്. എന്താ പറയുക, എത്ര കൊല്ലം മുന്നേ കൊണ്ടുവന്നറിയോ? ചെറുപ്പത്തൊക്കെ ഞാൻ കയ്യിലൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റൂല. അതിനൊന്നും നല്ല വലുപ്പം വെച്ചതൊക്കെ. ഇതിന്റെ പേരാണ് കേട്ടോ, ജിമ്മി. പിന്നെ മോളിപ്പൂ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരം എവിടെയോ ഉണ്ടായിരുന്നു. ഇപ്പോ വീട്ടിന്റെ അകത്താണ് എന്തെന്ന് അറിയില്ല, അതോ ഇങ്ങോട്ട് പോയോന്നും അറിയില്ല. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. അവർ രണ്ടാള് ഇടയ്ക്ക് അടി ഉണ്ടാക്കണാണ്. ഇടയ്ക്ക് ഇവനും ആ മോളിപ്പൂച്ചയും കൂടി ഇടയ്ക്ക് മാന്തലും കടിക്കലും അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഇടയ്ക്ക് എന്താക്കും, ഈ പട്ടീൻ്റെ അടുത്തില്ലേ, ജിമ്മിന്റെ അടുത്ത് തന്നെയാണ് മോളിപ്പൂച്ച കിടക്കുക. ജിമ്മി ഇപ്പൊ അവിടെ കിടക്കുകയാണെങ്കിൽ ഇവിടെ മോളിപ്പൂച്ച അതേപോലെ തന്നെ ഇവിടെയും കിടക്കും. ഇടയ്ക്ക് അടിയും പിടിയൊക്കെ ഉണ്ടാവും. അത് ഇവര് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും. കുറച്ചേരം വെറുതെ ബെഡിൽ കടന്നാട്ടോ. അപ്പൊ തന്നെ ഞാൻ കടന്നുറങ്ങി. അപ്പോഴാണ് മഴേന്റെ സൗണ്ട് ഒക്കെ കേട്ട് അമ്മയും വന്നിട്ടുണ്ട്. തോനെ മഴ ചെയ്തിട്ടില്ല അന്ന്? നല്ല മഴ പെയ്തു. ഇവിടെ നല്ല മഴ. ഞങ്ങൾ പഠിക്കണടുത്ത് അത്ര മഴ പെയ്തില്ലല്ലോ. ഇവിടെ നല്ല മഴ പെയ്തു. നമുക്ക് തുടച്ചിട്ടാ? ഞങ്ങൾ പാലവേലിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ നല്ല മഴ ഉണ്ട്, നല്ല വെള്ളമൊക്കെ. തുടച്ചിട്ടാ? ഇപ്പൊ തുടച്ചത് ഒക്കെ ചെളിയായിട്ട് നായി വന്നിട്ടും നടന്നിട്ട്. ഇല്ല, ഞാൻ ഇപ്പൊ എണീറ്റുള്ളൂ. ഇവിടെ നല്ല മഴ ചെയ്തിരിക്കണ്. ഞാൻ മഴയുടെ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ മഴയുടെ സൗണ്ട് കേട്ടപ്പോ മെല്ലെ കടന്നതാ. ഉറങ്ങിപ്പോയി ഞാൻ. എണീറ്റിപ്പോ കുറച്ചധികം നേരമായി. ഇപ്പോ സമയം എത്രയായി? എണീറ്റപ്പോ സമയം 4:41 ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അമ്മ ഉണ്ടായിരുന്നു, അവിടെ തുടക്കുണ്ടായിരുന്നു. പിന്നെ മുറ്റത്ത് നല്ല മണലൊക്കെ. ഇവിടെ ഉച്ചയ്ക്കൊക്കെ നല്ല മണലൊക്കെ ഉണ്ടായി. മണലും പിന്നെന്താ ചളിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ മൊത്തം വെള്ളം നനഞ്ഞിട്ട് മണലില്ല, പൊടിയില്ല, ഫുള്ളും അങ്ങോട്ട് പൊയ്ക്കണ്. അവിടെയൊക്കെ അത് ചളി ഉണ്ടാവാത്ത. ഇവിടെ അവിടെ ഇന്ന് ഗ്യാസിന്റെ ആളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നോക്കി, ഗ്യാസ് ഒക്കെ എടുത്ത് നോക്കി. ഇല്ല, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ബില്ല് ഓല അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. 250 ആയിരുന്നില്ലേ? 50 കൊടുത്തിട്ടുണ്ട് തിരിച്ച്. 250 കൊടുത്തു. 50 തിരിച്ചു കൊടുത്ത് 200 എടുത്ത്. അങ്ങനെയൊക്കെ വന്നല്ലോ. അവിടെ കണ്ണോട്ടെ എന്തായിരുന്നല്ലേ? കൊള്ളിറ്റതാടാ. മറ്റേത് ഇതാക്കി നോക്ക്. മറ്റേ ഇളനീർ കുഴമ്പോ അങ്ങനത്തെ അല്ല? ഇളനീർ കുഴമ്പ് അറിയില്ല? പിന്നുണ്ടല്ലോ ഉച്ചക്ക് കിടക്കാൻ തുടങ്ങിയ എന്നിട്ട് ഈ കാലും 2 കാലാണ് കയ്യാണോ? എന്തല്ലേ കാല്? ഇത് കയ്യ്. ഓക്കെ,
കൈ രണ്ടെണ്ണം ഇങ്ങനെ വെച്ച് നടക്കണ്. എന്ത് ജിമ്മി ഇങ്ങനെ? ഇങ്ങോട്ടൊക്കെ. ഇവന്റെ ചെവി തൊടാൻ പാടാട്ടോ. ചെവി തൊട്ട ഡേഞ്ചറാ കേട്ടോ. ചെവി തൊട്ടവരൊക്കെ അവൻ കടിക്കാൻ പോയിട്ടുണ്ട്. ചെവിയിൽ എന്താ മുറിയാണോ എന്താ അറിയില്ല. കണ്ടോ, തൊടുമ്പോ ഇങ്ങനെ അടക്കുന്നതുണ്ടോ? ചെവിയിൽ എന്തോ കാര്യമായിട്ടുണ്ട് തോന്നുന്നു. ഇപ്പൊ സമയം ഒരു 6 മണിയായി ഉണ്ടാവും. മഴ പിന്നെ പെയ്തിട്ടില്ല. അമ്മ അവിടെ വിളക്കത്തിയുണ്ട്. നീ ഇപ്പഴ വന്നേ? ഇന്നെപ്പോ വന്നേ? ഇപ്പൊ വന്നുള്ളൂ? നേരത്തെ വന്നോ? നേരത്തെ വന്നേ? അമ്മ സീരിയലാണ് പോലെ. സീരിയലാണോ? ഏത് സീരിയലാണ്? കൃഷ്ണകാര്യോ? എനിക്ക് സീരിയലാണില്ല. കണ്ടോ, ഇത് ചിക്കൻ കറി ഒക്കെ ഉണ്ട്. അമ്മ അടുക്കളയില് ചിക്കൻ കറി ഒക്കെ ഉണ്ട്. രസമുണ്ടത്. 7 മണി വിശക്കുമ്മാ. 7 മണി എനിക്ക് ഭയങ്കര വിശപ്പാ. സീരിയലാണില്ലേ? പോയി സീരിയലുണ്ടോ? വികൃതി അടിച്ച് ഞാൻ കൊണ്ടാക്കും. ഏയ് അടിക്കില്ലേ? പിടിക്കുന്നില്ല. ഏറ്റവും ഡേഞ്ചറാട്ടോ. കാരണം എന്താ വെച്ചാല് അന്ന് ഞാൻ അവനെ എടുത്തിട്ട് പുറത്ത് കയറ്റി കേട്ടോ. പുറത്ത് കയറ്റി മുറ്റത്തിൽ കൂടെ നടന്നപ്പോ ഞാൻ വെച്ച മുടി വീയാൻ പോയപ്പോ മുടി പിടിച്ചിരിക്കുന്നു. സംഭവം അതല്ല, മുടി പിടിച്ച് ഒഴിവായി. അത്രയും മുടി ഉണ്ടായിരുന്നു അവന്റെ കയ്യില്. എനിക്കത്ര വേദനിച്ചെന്ന് അറിയോ. അവൻ പോയിണ്ടാവുന്നതിന് അമ്മ എല്ലാരും കൂടി അവനെ കൊണ്ടാക്കണ്ടായിരുന്നു. നല്ല വിശക്കുണ്ട്. 7 മണിയൊക്കെ എനിക്ക് വിശക്കാൻ തുടങ്ങും. ഞാൻ ചോറ് എടുത്തിട്ട് വരാം. ചോറ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി ഉണ്ട്, പിന്നെ കേബേജ് അല്ലല്ലോ, ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട്. ബീട്രൂട്ട് ഉപ്പേരിയും ചിക്കൻ കറിയും ചോറും പപ്പടം കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായേനെ. ഇന്നുണ്ടാക്കിയ ഇറച്ചിക്കറിക്ക് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇത്ര ദിവസം ഇല്ലാത്ത ടേസ്റ്റാണ്. ഇത്ര ദിവസം വെച്ചാൽ ഇറച്ചിക്കറി ഉണ്ടാക്കിയ ദിവസമൊന്നും ഇതേ ടേസ്റ്റ് അല്ല. ഇന്ന് ഒരു പ്രത്യേക ടേസ്റ്റ്. നല്ല രസമുണ്ട് ഇറച്ചിക്കറി കൂട്ടി ചോറ് കഴിക്കാനും പിന്നെ ചിക്കൻ കാലൊക്കെ കടിച്ച് പറിക്കാനൊക്കെ നല്ല രസമുണ്ട്. ഇന്ന് എന്താ അറിയില്ല, എന്തോ സ്പെഷ്യലാണ് ഇന്നത്തെ കറി തോന്നുന്നത്. സാധാരണ വീട്ടില് ശനിയാഴ്ചയാണ് ചിക്കൻ മേടിക്കുക. ഇന്ന് എന്താ അറിയില്ല, ഇന്ന് ചിക്കൻ മേടിച്ച കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനിപ്പോൾ വരാം. അതിനെ കഴിച്ച് നമ്മള് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ പോയിട്ട് ജഗ്ഗിൽ വെള്ളം എടുത്തോണ്ടിരിക്കുക, റൂമിൽ കൊണ്ടുവന്ന് വെക്കുക, ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. എനിക്ക് രാത്രി കുടിക്കാനുള്ള വെള്ളം കൊണ്ട് ജഗ്ഗ് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. ബാ, ഞാൻ പുറത്തേക്ക് വന്നപ്പോ ജിമ്മി അവിടെ നോക്കി വെക്കണ്ടായിരുന്നു. ഞാൻ 2-3 എല്ലാം ഇട്ട് കൊടുത്ത് അമ്മ ചോറ് ഇവനെ ഇട്ട് കൊടുക്കും. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടാണ് ജിമ്മിക്ക് ഫുഡ് ഉള്ളൂ. പിന്നെ ഞാൻ കണ്ടപ്പോ എനിക്ക് പാവം തോന്നി, അതുകൊണ്ട് ഞാൻ 2-3 എല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഉണ്ടായത് എല്ല് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചെക്കാണ് ഞാൻ റൂമിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ചെക്ക് കേട്ടോ. കുറച്ച് ജീരകം എടുക്കാം. എനിക്ക് ജീരകവെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചിട്ട് കൊടുത്തായി, കുറച്ച് മതി. സീരിയലാണ് നിൽക്കുന്നത്. പോയി കൈ കഴിക്കൂടെ? അവൻ ജിമ്മിക്ക് എപ്പോഴാ ചോറ് കൊടുക്കണേ? ഇപ്പോഴോ? വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹമാണ് എൻ്റെ ഓരോ ദിവസവും
മുന്നോട്ട് പോകാനുള്ള എനർജി അളിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റാ.